കടൽമാർഗമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തയ്യാറാക്കിയ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS കൽപ്പേനിയിൽ പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചു എന്നതാണ് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിനെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാക്കി മാറ്റുന്നത്. രാജ്യത്തിൻ്റെ തീരസുരക്ഷയുടെ അടയാളമായ ഈ യുദ്ധക്കപ്പൽ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തിയത്. റിയാസ് KMR തയ്യാറാക്കിയ വാർത്തകളാണ്. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനികവും അതിവേഗവുമായ ആക്രമണ യുദ്ധക്കപ്പലാണ് INS കൽപ്പേനി. ഇത് കാണാൻ പൊതുജനങ്ങൾക്ക് ഇന്ന് അവസരമൊരുക്കിയിരിക്കുകയാണ്. ഈ INS കൽപ്പേനിയിലെ കാഴ്ചകൾ നമുക്കും കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലകായിക സാഹസികോത്സവമായ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് എത്തിയവർക്ക് അറിവിന്റെയും ദേശബോധത്തിന്റെയും പുതിയ അവസരം കൂടിയാണ് INS കൽപ്പേനിയിൽ പ്രവേശനം അനുവദിച്ചതിലൂടെ പൊതുജനങ്ങൾക്കായി അധികൃതർ സമ്മാനിച്ചത്. KGF സിനിമയിൽ കണ്ടു പരിചയിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഹെവി മെഷീൻ ഗണ്ണാണ് INS കൽപ്പേനിക്കകത്തെ ഏറ്റവും വലിയ ആകർഷണം. 6 കിലോമീറ്റർ ദൂരത്തിൽ 1 മിനിറ്റ് കൊണ്ട് 600 മുതൽ 900 ബുള്ളറ്റുകൾ വരെ തൊടുക്കാൻ കഴിയുന്ന ഈ ആയുധത്തെക്കുറിച്ച് നേരിട്ട് കണ്ടറിയാൻ ബേപ്പൂർ തുറമുഖത്ത് എത്തിയവർക്ക് സാഹചര്യമൊരുക്കി. ഇതിനു പുറമെ മീഡിയം മെഷീൻ ഗൺ, 9mm കാർബൈൻ, മസാദ പിസ്റ്റൾ തുടങ്ങിയ ആയുധങ്ങളെക്കുറിച്ച് അറിയാനും അവസരം നൽകി. ആദ്യമായി ഒരു യുദ്ധക്കപ്പൽ അടുത്ത് കാണുന്നതിൻ്റെ ആവേശം പൊതുജനങ്ങളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെ കിട്ടുന്നതല്ലല്ലോ. നമ്മൾ കാറ് ബൈക്കൊക്കെ കാണുന്ന മാതിരിയല്ലല്ലോ ഇത് കാണുന്നത്. നല്ലൊരു കുട്ടികൾക്കും നല്ല രസമാണ്. അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ എക്സിബിഷൻ വെച്ചതിനെ കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇത് കാണാൻ നല്ലൊരു ഉന്മേഷം ഉണ്ടായിരുന്നു. 9ൽ ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ INS കൽപ്പേനി കാണാൻ ആളുകൾ ഒഴുകിയെത്തുകയാണെന്ന് INS കൽപ്പേനി കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കമാൻഡർ ജിത്തു ജോസഫ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരമൊരു സംവിധാനം തയ്യാറാക്കിയ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് അധികൃതരെ അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല. Indian Navy has deployed INS Kalpeni for the 5th edition of Bepur International Water Festival. So we aim at inculcating or generating a kind of maritime consciousness in the youth. So because we have to mend them, motivate them, because they are tomorrow's leading. Tomorrow they are the one who are going to lead our country. That is a prime motive, and also to be a part of this festival. We can see that over 3,500 guests, visitors have already visited the ship. We can see people are enthralled themselves. They're very happy to be on board, and we've got a lot of inquisitive questions about the weapon systems, and we're very glad to be here. INS കൽപ്പേനി സന്ദർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് മലയാള സാഹിത്യത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചിത്രം ആലേഖനം ചെയ്ത പ്രത്യേക ഉപഹാരം ക്യാപ്റ്റൻ ജിത്തു ജോസഫിന് സമ്മാനിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ഉൽപ്പന്നങ്ങളായ തൊപ്പി, കൂട്ട്, കീചെയിൻ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും പോലീസ് ആർമർ വിങ്ങിന്റെയും സോഷ്യൽ പോലീസിംഗ് സംവിധാനത്തിന്റെയും സ്റ്റാളുകൾ INS കൽപ്പേനി കാണാനെത്തുന്നവർക്ക് കൗതുകമായി ഒരുക്കിയിരുന്നു. രാജ്യത്തിന്റെ അഭിമാനമായ INS കൽപ്പേനിയെ അടുത്തറിയാനും ഒപ്പം തന്നെ ജനങ്ങളിൽ ദേശസ്നേഹമുണർത്താനുമുള്ള അവസരമാണ് ഇന്ത്യൻ നാവികസേനയും ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് അധികൃതരും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ തലമുറ ഇതൊക്കെ കണ്ടറിയട്ടെ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.